പത്തനംതിട്ട കൂട്ടബലാത്സംഗ കേസിൽ 3 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തു. പമ്പയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. പെൺകുട്ടി ഉപയോഗിച്ച ഫോണിലേക്ക് പലരും അശ്ലീല ദൃശ്യങ്ങൾ അയച്ചു. വാട്സപ്പിൽ കിട്ടിയ ദൃശ്യങ്ങളിൽ പെൺകുട്ടിയുടെ നഗ്ന വീഡിയോയും ഇതുപയോഗിച്ച് കൂടുതൽ പേർ പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാക്കി പീഡിപ്പിച്ചു. അച്ഛന്റെ മൊബൈൽ ഫോണിലായിരുന്നു പെൺകുട്ടിയും പ്രതികളുമായുള്ള ആശയവിനിമയം. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത സ്വകാര്യ ബസ്സുകളിൽ വെച്ചും അതിക്രമം നടന്നുവെന്നും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. വിവരങ്ങളുമായി CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഇപ്പോൾ 3 പേർ കൂടി പിടിയിലായിരിക്കുകയാണ്. ഇവരെ എവിടെ വെച്ചാണ് പിടികൂടിയത്? കേസന്വേഷണം 3-ാം ദിവസത്തേക്ക് കടക്കുമ്പോൾ ഒരു FIR കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് നടത്തിയ തെരച്ചിലിനൊടുവിൽ 3 പേർ കൂടി കസ്റ്റഡിയിൽ ആയിട്ടുണ്ട്. പമ്പയിൽ നിന്നും കഴിഞ്ഞ രാത്രിയാണ് ഇവർ 3 പേരെയും പോലീസ് പിടികൂടിയത്. ശബരിമല സീസൺ കാലത്ത് താൽക്കാലിക ജോലിക്കായി പമ്പയിൽ എത്തിയ യുവാക്കൾ 3 പേരാണ് പിടിയിലായിട്ടുള്ളത് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്ന കാര്യങ്ങളും ഈ യുവാക്കളുടെ പ്രവർത്തനങ്ങൾ തമ്മിൽ ബന്ധമുണ്ട് എന്ന് വരുന്ന പക്ഷം ഇവരുടെ അറസ്റ്റ് ഒരുപക്ഷെ ഉച്ചയോടുകൂടി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം തന്നെ പത്തനംതിട്ട, ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനുകൾക്ക് പുറമെ സമീപത്തെ മറ്റ് ചില പോലീസ് സ്റ്റേഷനുകളിൽ കൂടി FIRകൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യത കണക്കാക്കപ്പെടുന്നുണ്ട്. കൂടുതൽ പേരെ കസ്റ്റഡിയിൽ ഇന്നെടുക്കും. കൂടുതൽ അറസ്റ്റും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. നിലവിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 8 ആയിട്ടുണ്ട്. അതിൽ 6 പത്തനംതിട്ട സ്റ്റേഷനിലും 2 ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിലുമാണ്. നിലവിൽ അറസ്റ്റിലായിട്ടുള്ള ആളുകളുടെ എണ്ണം 20-ഉം അതോടൊപ്പം തന്നെ കസ്റ്റഡിയിലുള്ള ആളുകളുടെ എണ്ണം 3-ഉമാണ്. അതേസമയം തന്നെ കേസന്വേഷണം 3-ാം ദിവസത്തേക്ക് പിന്നിടുമ്പോൾ ഫോണിലേക്ക് ദൃശ്യങ്ങൾ അയച്ചു എന്നുള്ളതാണല്ലോ പറയുന്നത്. അപ്പോൾ അച്ഛന്റെ ഫോണിലേക്ക് അയച്ചു എന്നുള്ളതാണ്. അപ്പം ഈ പിതാവ് ഇത് കണ്ടില്ലേ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലേ ഈ സംഭവത്തിൽ? കേസന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്നത് പെൺകുട്ടി ആദ്യഘട്ടത്തിൽ കാമുകനായ സുബിന് അയച്ചു നൽകിയ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ നഗ്ന ചിത്രങ്ങളും വ്യാപകമായി അയാൾ പ്രചരിപ്പിക്കുകയും ഇത് അയാളുടെ സുഹൃത്തുക്കളുടെ കയ്യിൽ എത്തുകയും അവരൊക്കെ തന്നെ പെൺകുട്ടിയുമായി സൗഹൃദം നടിച്ച് പിന്നീട് അവളെ ചൂഷണം ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. പെൺകുട്ടിക്ക് ഈ പീഡനം നടന്ന കാലയളവിൽ സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നില്ല. അതേസമയം തന്നെ ഇവരുടെ പിതാവിന് സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ സാങ്കേതികപരമായ അറിവുകൾ അച്ഛനോ അമ്മയ്ക്കോ ഉണ്ടായിരുന്നില്ല. പെൺകുട്ടിക്ക് അതേസമയം തന്നെ വാട്സപ്പും അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗവും സംബന്ധിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്നു. താനും രാത്രി കാലയളവിൽ പിതാവ് വളരെ നേരത്തെ ഉറങ്ങുന്ന ശീലമുള്ള ആളാണ്. എന്നതിനാൽ തന്നെ രാത്രി കാലയളവിൽ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിലേക്ക് കൂടുതൽ പേർ വിളിക്കുന്നതിന് ഈ സാഹചര്യം അനുകൂലമായി വന്നു എന്നുള്ളതാണ് അന്വേഷണത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ആദ്യഘട്ടത്തിൽ പെൺകുട്ടി അടുപ്പമുണ്ടായിരുന്ന സുബിന് നൽകിയ ദൃശ്യങ്ങളും ചിത്രങ്ങളും അജ്ഞാത നമ്പറുകളിൽ നിന്നും പിന്നീട് പെൺകുട്ടി ഉപയോഗിച്ചിരുന്ന അച്ഛൻ്റെ നമ്പറിലേക്ക് രാത്രികാലങ്ങളിൽ വന്നിരുന്നു എന്നുള്ളതാണ്. പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾക്കും ദൃശ്യങ്ങൾക്കും പുറമെ അശ്ലീല ചിത്രങ്ങൾ അടക്കവും അതോടൊപ്പം തന്നെ ദൃശ്യങ്ങളും ഈ ഫോണിലേക്ക് വന്നിരുന്നു. പെൺകുട്ടിക്ക് അജ്ഞാത നമ്പറുകളിൽ നിന്നും വന്ന ദൃശ്യങ്ങൾ കാണിച്ച് പിന്നീട് അജ്ഞാതരായ പലരും പെൺകുട്ടിയുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെ പെൺകുട്ടിയെ പലരും ദൃശ്യങ്ങൾ കാണിച്ച് സമ്മർദ്ദത്തിലാക്കി ലൈംഗികമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് അന്വേഷണത്തിൽ ഇതുവരെ വെളിപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ പെൺകുട്ടിയുമായി ആശയവിനിമയം നടത്തിയ നമ്പറുകളിലേക്ക് അന്വേഷണം വ്യാപിക്കുകയാണ്. ആ നമ്പറിൻ്റെ കോൾ ഡീറ്റെയിൽസ് പ്രകാരമാണ് ഇത്തരത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ അച്ഛനെ വിളിച്ചവരും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുമായി പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ആശയവിനിമയത്തിൽ ഏർപ്പെട്ടവരുടെയും നമ്പറുകളിലേക്ക് അന്വേഷണം പോവുകയാണ്. അത്തരത്തിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി ഈ ഘട്ടത്തിൽ അന്വേഷണം വ്യാപിക്കുകയാണ്. പെൺകുട്ടിയുമായി സൗഹൃദം നടിച്ച് എത്തിയ പലരും പെൺകുട്ടിയെ പത്തനംതിട്ടയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിലാണ് കൂടിക്കാഴ്ചയ്ക്കായി ക്ഷണിച്ചത്. അങ്ങനെ പത്തനംതിട്ടയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ എത്തിച്ച് പലരും വാഹനത്തിലടക്കം പെൺകുട്ടിയെ പല സ്ഥലങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിനും അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനും വിനിയോഗിച്ചു എന്നും പോലീസ് അനൗദ്യോഗികമായി വിശദീകരിക്കുന്നുണ്ട്. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ പലപ്പോഴും പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാകാറില്ല. 8 പോസ്റ്റ് എന്നുള്ളത് പേരിന് മാത്രമാണ്. പല ഘട്ടങ്ങളിലും വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായിട്ടുള്ള സംഭവങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ പല കോണുകളിലേക്കും ആളുകളുടെ കണ്ണ് എത്തിപ്പെടാത്ത സ്ഥിതിയുണ്ട്. അങ്ങനെ പല കോണുകളിലും പാർക്ക് ചെയ്തിരിക്കുന്ന സ്വകാര്യ ബസ്സുകളിൽ പോലും പെൺകുട്ടിയെ എത്തിച്ച് അതിക്രമത്തിന് വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മൊഴിയിലും പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് ഭാഗമായി തന്നെയാണല്ലേ അഭിലാൽ?
അതെ, പെൺകുട്ടിക്ക് നേരിട്ട് പരിചയമില്ലാത്ത ചില നമ്പറുകളിൽ നിന്നും രാത്രി കാലയളവിൽ ചില അശ്ലീല ദൃശ്യങ്ങൾ ലഭ്യമാകുന്നു വാട്സപ്പിലൂടെ. അതിൽ ചിലത് പെൺകുട്ടി മുൻപ് സുഹൃത്തിന് അയച്ചു കൊടുത്ത ദൃശ്യങ്ങളും ഫോട്ടോയുമാണ്. അങ്ങനെ പെൺകുട്ടിയുടെ കൂടുതൽ ദൃശ്യങ്ങൾ തങ്ങളുടെ കൈവശമുണ്ട് എന്ന് പെൺകുട്ടിയെ ബോധ്യപ്പെടുത്തുകയും അത് കൂടുതൽ പേരിലേക്ക് പോകാതിരിക്കണമെങ്കിൽ തങ്ങളുടെ താല്പര്യത്തിന് വശംവദയാകണം എന്നുള്ള ഒരു ഭീഷണിയുടെ സ്വരം ഇത്തരം ആശയവിനിമയങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത്തരത്തിൽ സമ്മർദ്ദം ത്തിലൂടെ പെൺകുട്ടിയെ പലയിടങ്ങളിലേക്കും ക്ഷണിച്ചു വരുത്തുകയും ഭീഷണിപ്പെടുത്തി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് എന്നും കാര്യങ്ങൾ കൂടി വ്യക്തമാവുകയാണ്. ഇപ്പോൾ നിലവിൽ അന്വേഷണ പരിധിയിൽ വരുന്ന നമ്പറുകളുടെ ഉടമകളിലേക്ക് കൂടുതൽ അന്വേഷണം വ്യാപിക്കുകയാണ്. ഒപ്പം തന്നെ ഇത്തരക്കാരെ കണ്ടെത്തി വളരെ വേഗത്തിൽ കസ്റ്റഡിയും പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റിലേക്കും പോലീസ് നീങ്ങും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ടാക്സി ഡ്രൈവർമാർ, അതോടൊപ്പം തന്നെ സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ എന്നിവരെ കൂടാതെ പെൺകുട്ടിയോടൊപ്പം ഇപ്പോൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ സഹപാഠികളായ മറ്റ് ചിലർ കൂടി കേസിൽ പ്രതികളാകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ സൂര്യനെല്ലി കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ പ്രതികളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ പ്രതികളുള്ള ഒരു പോക്സോ കേസായി ഇത് മാറ്റപ്പെടുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും കൂടുതൽ അറസ്റ്റുകൾ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് തന്നെ ഉറപ്പിക്കാമല്ലേ ഭിലാൽ? അതെ, പത്തനംതിട്ട ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിലാണ് ആദ്യഘട്ടത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. 2 കേസുകൾ ആയിരുന്നു. അതിൽ കൂട്ടബലാത്സംഗത്തിനുള്ള ഒരു കേസും വാഹനത്തിൽ കാറിൽ കൊണ്ടുപോയി പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ള കേസുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ കേസ്. ഈ കേസിലാണ് ആദ്യ അറസ്റ്റ് ഉണ്ടാകുന്നത്. 5 പേരാണ് അന്ന് പിടിയിലായത്. ഈ കേസിലെ മറ്റൊരു പ്രതി നിലവിൽ തന്നെ പത്തനംതിട്ട സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കേസിൽ പിടിയിലായി റിമാൻഡിലുള്ളതാണ്. അങ്ങനെ ചുരുക്കത്തിൽ 6 പേരാണ് ആദ്യം രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലായി പിടിയിലായിട്ടുള്ളത്. ജയിലിൽ കഴിയുന്ന ആളുടെ അറസ്റ്റ് കൂടി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ആണ് മറ്റ് 6 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് മറ്റ് 14 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. ഇത് കൂടാതെ ആറന്മുള, കോന്നി, മലയാലപ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ചിലർ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല എങ്കിൽ ഈ മുൻപ് സൂചിപ്പിച്ച സമീപ പ്രദേശങ്ങളിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പെൺകുട്ടിയെ എത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ ആ മേഖലയിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുക. എന്തായാലും സൈബർ സെല്ലിൻ്റെ കൂടി വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുകയാണ്. പ്രധാനമായും പെൺകുട്ടിയുടെ അച്ഛൻ്റെ മൊബൈൽ ഫോണാണ് പെൺകുട്ടി സമീപ കാലയളവിലൊക്കെ തന്നെ ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ കാലയളവിൽ പെൺകുട്ടിയുടെ അച്ഛൻ്റെ മൊബൈൽ ഫോണിലേക്ക് വന്ന മുഴുവൻ കോളുകളുടെയും പരമാവധി വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പെൺകുട്ടിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി അല്ലാതെ വിളിച്ച കോളുകളും നിരവധിയുണ്ട്. അതായത് അയാളുടെ അച്ഛൻ്റെ സുഹൃത്തുക്കൾ, ജോലി സംബന്ധമായി അച്ഛനെ ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെയുണ്ട്. അവരിലേക്കടക്കം അന്വേഷണം പോകും. പക്ഷേ അതിൽ നല്ലൊരു വിഭാഗം ആളുകൾക്കും മോശം ഉദ്ദേശത്തോടു കൂടി പെൺകുട്ടിയെ വിളിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ രാത്രി കാലയളവിൽ ഈ ഫോണിലേക്ക് വന്ന കോളുകൾ, അതോടൊപ്പം തന്നെ വാട്സപ്പ് സന്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലേക്കാണ് പോലീസ് കൂടുതലായും അന്വേഷണം കേന്ദ്രീകരിക്കുന്നത്. അത്തരത്തിലുള്ള അന്വേഷണത്തിലൂടെ കൂടുതൽ ആളുകൾ വലയിൽ ആകുമെന്ന് തന്നെയാണ് സൂചന ലഭ്യമാകുന്നത്. 17 വയസ്സിനും 32 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകളാണ് ഇത്തരത്തിൽ പെൺകുട്ടിയെ രാത്രി കാലയളവിൽ വാട്സപ്പ് മുഖേനയും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോൺ കോൾ മുഖേനയും ബന്ധപ്പെട്ടിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വാട്സപ്പ് ചാറ്റുകളിൽ ചിലത് ക്ലിയർ ചെയ്ത നിലയിലും കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പെൺകുട്ടിയുടെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന, പിന്നീട് പെൺകുട്ടിയെ പല തരത്തിൽ ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആളുകൾ വിളിച്ചിരുന്ന നമ്പർ ഉൾപ്പെടുന്ന ഫോൺ നിലവിൽ പോലീസിൻ്റെ പക്കലാണുള്ളത്. അത് സൈബർ സെല്ലിൻ്റെ കൂടി പരിശോധനയ്ക്ക് വിധേയമാകുന്നുണ്ട്. ഫോറൻസിക് സയൻസ് സംഘങ്ങൾ കൂടി ഇത് വിദഗ്ധമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിലൂടെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുകയും കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള ആളുകൾ കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.